അപ്പൊ ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് 4 രൂപ. 4 രൂപ ചോദിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. വില കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ 4 രൂപ ചോദിക്കുന്നത്, വില കുറച്ച് തരും. പിന്നെ ഫിനാൻസ് കയറൂലേ? ഇനി ഫിനാൻസ് കയറും. 3 രൂപ ഫിനാൻസ്. 3 രൂപ ഫിനാൻസ് കയറും അല്ലേ? ഓക്കെ. അപ്പൊ 50,000 രൂപ ഉണ്ടെങ്കിൽ മതി. 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ. നമുക്ക് ഇതിന് ഫുൾ ലോൺ കയറും. ഓക്കെ. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഇതിന് ഫുൾ ലോൺ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓടിക്കുന്നത് എത്ര? 60,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ആണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും 2 മാസത്തിന് ശേഷം ഞാനുള്ളത് വെന്നൂരിലെ സഫ കാർസിലാണ്. ഇവിടെ നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡായിട്ട്. ഇപ്പോൾ വീണ്ടും ഇവിടെ ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട്. 10-20 വണ്ടി ഏകദേശം ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഒരു 10-11 വണ്ടികൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് വണ്ടികൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഓക്കെ. ലോ ബഡ്ജറ്റുള്ള വണ്ടികളാണ് കേട്ടോ, ചെറുവണ്ടികളാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് സ്വിഫ്റ്റിൽ തന്നെ തുടങ്ങാം. ഇവിടെ സ്വിഫ്റ്റ് കാറുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ബലേനോ, എക്സ്പ്രസോ. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ആണ്. നമ്മുടെ അർഷാദ്, എന്തൊക്കെയുണ്ട് അർഷാദ്? സുഖല്ലേ? സ്വിഫ്റ്റ് ആണ്. പെട്രോൾ വണ്ടി അല്ലേ ഇത്? പെട്രോൾ വണ്ടി. ഓക്കെ. ഇത് എത്ര മോഡൽ? 2021 മോഡൽ. 2021 മോഡൽ. ഇത് എത്ര ഓട്ടോ ഉണ്ട്? ഇത് 55 ഓടിക്കണം അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലേ? ഓക്കെ. ഇന്ത്യയിലും എക്സ്റ്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുണ്ട്. പിന്നെ കമ്പനി സീറ്റ് വരുന്നുണ്ട്, പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, പിന്നെ പുത്തന് ടയറുകൾ തന്നെയാണ്. 55 കിലോമീറ്റർ പറഞ്ഞത്. ഓക്കെ. പിന്നെ വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ഇപ്പൊ എക്സ്ട്രാ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? എക്സ്ട്രാ ഈ ഗ്രില്ല് ചെയ്തതാണ് അല്ലേ? ഓക്കെ. ഇതിന്റെ ഗ്രില്ല് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വണ്ടിക്ക് എത്ര ചോദിക്കുന്നത്? 5.25 ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് വില കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലും കുറയും. പിന്നെ ഫിനാൻസ് എത്ര കയറും? 5.25 രൂപ ഫിനാൻസ്. അപ്പൊ 5.25 ഫിനാൻസ് കയറും അല്ലേ? ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നിങ്ങൾ ചോദിക്കുന്ന 5.75 അല്ലേ? ഓക്കെ. അപ്പോൾ 2021 മോഡല് സ്വിഫ്റ്റ് പെട്രോൾ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 5,75,000 രൂപയാണ് ചോദിക്കുന്നത്. 5.25 വരെ ഫിനാൻസ് കയറും എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയും സ്വിഫ്റ്റ്. അങ്ങനെ വീണ്ടും ഒരു സ്വിഫ്റ്റ് കാറാണ്. ഇത് ഡീസൽ പെട്രോളാ? പെട്രോൾ വണ്ടി തന്നെ. ഇത് ഏത് ഓപ്ഷൻ തന്നെ? VXi ആണ് അല്ലേ? ഓക്കെ ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. ഓഹോ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് എത്ര മോഡൽ? 2018 മോഡൽ അല്ലേ? ഇത് എത്ര ഓട്ടോ ഉണ്ട്? 27,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണറാണ്. അപ്പോ വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഓക്കെ. റീപ്ലേസ്, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലേ? പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് വരുന്നുണ്ട്, പിന്നെ കമ്പനി സ്റ്റീരിയോ, പിന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. 4 ഡോർ പവർ വിൻഡോ. ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ട്, നല്ല ഗ്രിപ്പുള്ള തന്നെ. ഒരു 80% ടയറുകൾ കാണുന്നുണ്ട്. അപ്പോ 2018 മോഡൽ നിങ്ങൾ പറഞ്ഞ ഇതിന് എത്ര ചോദിക്കുന്നത്? 6.60 ചോദിക്കുന്നത്. ഈ വില കുറയൂലേ? ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 6 ഫിനാൻസ് കയറും. അപ്പൊ ഒരു 60,000 രൂപ ഇറക്കാല്ലേ? അപ്പോൾ 2018 മോഡല് പെട്രോൾ വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് VXi. എത്ര ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞത്? 27. ഈ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ. ഇതിന് ചോദിക്കുന്നത് 6.60 ചോദിക്കുന്നത്. വില കുറച്ച് തരും. അപ്പോ പിന്നെ ഫിനാൻസ് 6 രൂപ ഫിനാൻസും കയറും. വെറും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും കേട്ടോ. ഒരു എന്തായാലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരുമല്ലോ. അപ്പൊ എന്തായാലും ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ എന്തായാലും വണ്ടി ഇറക്കാം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ തന്നെയാണ്. അങ്ങനെ വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ തന്നെയാണ്. നല്ല അടിപൊളി ഫാൻസി നമ്പർ കേട്ടോ. കണ്ണൂർ വണ്ടിയാണ്. KL 13 ആണ്. 4040 വണ്ടി നമ്പർ. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ ആണ് അല്ലേ? ഇത് എത്ര മോഡൽ? 2018 മോഡൽ അല്ലേ? ZXi പ്ലസ് ആണ് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ. അലോയ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സീറ്റ് കവറാണ്. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ. ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. അലോയ്സ് ആണ്. വണ്ടി എന്തോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അടിപൊളി തന്നെയാണ്. ഈ വണ്ടിക്ക് എത്രടാ ചോദിക്കുന്നത്? ഇത് 6 രൂപയാണ് ചോദിക്കുന്നത്. 6.50. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് 6 രൂപ ഫിനാൻസ് കയറും അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് 6 രൂപയാണ് ചോദിക്കുന്നത്. 6 രൂപ ഫിനാൻസ് കയറും. പിന്നെ വില കുറയൂലേ? നെഗോഷ്യബിൾ അല്ലേ? കുറയൂല്ലേ? അപ്പൊ വില കുറച്ച് തരും. 2018 മോഡല് പിന്നെ ZXi ആണ്. ഇത് ZXi പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അപ്പോ ഇതിന് ചോദിക്കുന്ന വില 6.50 ആണ്. മാക്സിമം വില കുറച്ച് തരും. അപ്പോൾ 6 രൂപ ഫിനാൻസ് കയറും. വെറും 50,000 രൂപ മുടക്കിയാൽ ഈ വണ്ടി സ്വന്തമാക്കാം. അപ്പൊ മാരുതിയുടെ സിയാസ് ആണ്. സിയാസ് ഡീസൽ വണ്ടി, ഹൈബ്രിഡ്. ഇത് എത്ര മോഡലാണ്? 2018 മോഡൽ അല്ലേ? ഇത് എത്ര ഓട്ടോ ഉണ്ട്? ഇത് 33,000 ഓട്ടോ ഉണ്ട് അല്ലേ?
പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണല്ലേ, ഫുൾ കമ്പനി സർവീസ് അല്ലേ? ഓക്കെ. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി തന്നെയാണ്, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത്, 4 ഡോർ പവർ വിൻഡോ. ടയറുകളൊക്കെ അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ട് അല്ലേ? ഓക്കെ. 2018 മോഡൽ. ഏത് ഓപ്ഷൻ വരുന്നത് ഇത്? ഇത് VDI VDI ആണ് അല്ലേ? ഇതിന് എത്രയാണ് ചോദിക്കുന്നത് അല്ലേ? ഇത് 8 രൂപ. 8 രൂപയാണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കില്ല? കുറച്ച് കൊടുക്കാം. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 7 രൂപ ഫിനാൻസ് കയറും. ഓക്കെ. അപ്പോൾ 2018 മോഡൽ സിയാസ് ഡീസൽ ഹൈബ്രിഡ് വെറും 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഇതിന് ചോദിക്കുന്ന വില 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ വില കുറച്ച് തരും. അപ്പോൾ ആവശ്യക്കാരും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അത് വിളിച്ചാൽ മതി. ഓക്കെ. നമുക്ക് അടുത്തതായിട്ട് പോളോ നോക്കാം അല്ലേ? അങ്ങനെ ഒരു പോളോ നമുക്ക് പരിചയപ്പെടാം. ഇത് ഡീസൽ പെട്രോൾ വണ്ടിയാണ്. ഇത് എത്ര മോഡലാണ്? 2017 മോഡൽ. 2017 ആണ് അല്ലേ? ഇത് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. 2017 മോഡൽ. ഏത് ഓപ്ഷൻ വരുന്നത്? കംഫർട്ട് അല്ലേ? ഓക്കെ. പെട്രോൾ വണ്ടി. ഇതിന് പിന്നെ എത്ര ഓടിക്കുന്ന വണ്ടി? ഇത് 60,000 കിലോമീറ്റർ ഓടിക്കുന്നു അല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ പക്കാണല്ലേ? ഓക്കെ. വേറെ അപകടങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ ആണ്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി തന്നെയാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി സീറ്റ് കവറാണ്, നല്ല വൃത്തിയുണ്ട്. ഉള്ളൊക്കെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലോയ്സും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന് എങ്ങനെയാണ് ചോദിക്കുന്നത് വില? ഇത് 5.25. 5.25 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂല? ലാസ്റ്റ് ആണ് പറഞ്ഞത്. കസ്റ്റമർ വരികയാണെങ്കിൽ എന്ന് ചെയ്തു തരും കേട്ടോ. പിന്നെ 2017 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് കംഫർട്ട് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ലോൺ കൊടുക്കാം. ഇതിന് ഫുൾ ലോൺ കയറും. ഓക്കെ. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഇതിന് ഫുൾ ലോൺ കിട്ടുന്ന പറയുന്നത്. അപ്പോൾ 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ആണ്. കുഴപ്പമൊന്നുമില്ല. വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ക്വാളിറ്റിന്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവനെ തന്നെ പറയണം. ക്വാളിറ്റി ഉറപ്പന്നല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റൂലേ? ഓക്കെ. അന്നാളെ വണ്ടി നമ്മൾ ചെയ്തതിൽ വണ്ടി പോയിക്കുന്നല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് കാറാണ് നമുക്ക് നോക്കാം. അങ്ങനെ വീണ്ടും ഒരു സ്വിഫ്റ്റ് കാറാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയ സ്വിഫ്റ്റ് കാറൊക്കെ പെട്രോൾ ആണ്. ഇത് ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ഇത് എത്ര മോഡൽ? 2017 മോഡലാണ് അല്ലേ? ഏത് ഓപ്ഷൻ വരുന്നത്? VDI ആണ്. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട്? 89 ഓടിക്കുന്നു അല്ലേ? പിന്നെ വണ്ടി എന്ത് പാട്? വണ്ടി നീറ്റ് ക്വാളിറ്റി ആണ് അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? വണ്ടി ക്വാളിറ്റി അല്ലേ? ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീൽ വരുന്നുണ്ട്. 4 ഡോർ പവർ ഉണ്ടല്ലോ? ഓക്കെ. 4 ഡോർ പവർ വരുന്നുണ്ട്. ടയറുകളൊക്കെ പുത്തനാണെന്ന് തോന്നുന്നുണ്ട്. 4 ടയറും പുത്തനാ? ഓക്കെ. 4 ടയറും പുത്തനാണ്. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുണ്ട്. സ്പോയിലർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വണ്ടിക്ക് എത്ര ചോദിക്കുന്നത്? 5 രൂപ ചോദിക്കുന്നത്. എത്ര പറഞ്ഞ മോഡൽ? 2017 മോഡൽ ചോദിക്കുന്നത് 5 രൂപ. VDI ഓപ്ഷൻ വരുന്നത്. ഇത് ലോൺ ഫിനാൻസ് എത്ര വരും? ഇത് ഒരു 4.25 ഫിനാൻസും കയറുന്ന പറയുന്നത്. അപ്പൊ വില കുറയൂലേ? നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ? ഓക്കെ. വില കുറച്ച് തരും. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി ഏതാണ്? അടുത്ത വണ്ടി നോക്കാം. അടുത്തത് എക്കോസ്പോർട്ട് നോക്കാം. ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്. ഇത് ഡീസൽ പെട്രോളാ? ഡീസലാണ്. ഓക്കെ. ഇത് എന്ത് പാട് വണ്ടി? 2015 മോഡൽ. 2015 ആണ്. 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ. ഓക്കെ. ഇത് കിലോമീറ്റർ 76. സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെ. കമ്പനി സർവീസിൽ വണ്ടിയാണ്. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പോ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. പിന്നെ വണ്ടി വേറെ അപകടങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ? പക്കാണല്ലേ? സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കുറച്ച് പഴയതായിരുന്നു അല്ല? പിന്നെ ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത്. പിന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട് അതിൽ. എയർ ബാഗ് എന്നാ കുഴപ്പമില്ല, അത് ഒഴിവാക്കും. പിന്നെ ടയറുകളൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളത് തന്നെയാണ്. ഒരു 60% 65% ഒക്കെ ഉണ്ട്. പിന്നെ വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. 2015 മോഡല്, 16 രജിസ്ട്രേഷൻ. ഇതിന് എങ്ങനെ ചോദിക്കുന്നത്? 5 രൂപ ചോദിക്കണല്ലേ? വില കുറച്ച്. ഓക്കെ. അപ്പോ ഇതിന് ചോദിക്കുന്നത് 5 രൂപയാണ്. വില കുറച്ച് തരും. പിന്നെ ഫിനാൻസ് എത്ര കയറും? 5 രൂപ ഫിനാൻസ് കയറും അല്ലേ? ഓക്കെ. അപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നോളി. പിന്നെ വില കുറച്ച് തരും. അപ്പൊ നമുക്ക് അടുത്തത് അങ്ങനെ നമുക്ക് ഒരു മാരുതിയുടെ ബലോനോ നോക്കാം. ഇത് എത്ര മോഡലാണ്? 2019 മോഡൽ. ഓക്കെ. 2019 മോഡൽ. ഇത് ഏത് ഓപ്ഷൻ പിന്നെ? ഡെൽറ്റ ഡീസൽ ആണല്ലേ? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? കമ്പനി സർവീസ് ആണ്. 69,000 ഓടിയിട്ടുള്ളൂ. 69 ഓടിയിട്ടുള്ളൂ. ഓക്കെ. കമ്പനി സർവീസ് ആണ്. ഓണർഷിപ്പ് 3ാമത്താണ് അല്ലേ? ആ കുഴപ്പമില്ല. പിന്നെ
ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ്. പിന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു 90% പുത്തൻ ടയർ തന്നെയാണ് ഉള്ളത്. പുതിയ ടയറാണ്. അല്ലേ? ആ ഭാഗത്തൊക്കെ പക്കയാണ്. ഓക്കെ 4 ടയർ പുത്തൻ തന്നെയാണ് കേട്ടോ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 69. 69,000 കിലോമീറ്റർ ഓടിക്കുന്നു വണ്ടി. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി പക്കാണ്. പക്കയാണ്. ഇതിനെങ്ങനെ ചോദിക്കണല്ലോ? ഇത് 7 റുപ്യ. 7 റുപ്യാണ് ചോദിക്കുന്നത്. പിന്നെ വില കുറച്ച് കൊടുക്കൂലേ? വില ലാസ്റ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞ് പറ്റേ. ഓക്കെ, 7 റുപ്യാണ് ചോദിക്കുന്നത്. വില ഇതിനേക്കാളും വില കുറച്ച് തരും. പിന്നെ കസ്റ്റമർ വരികയാണെങ്കിൽ പിന്നെ ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചാൽ പിന്നെ ആ ഒരു റേറ്റേ പറയുള്ളൂ. അപ്പോ ഇവിടെ വന്നാലേ എന്തെങ്കിലും നടക്കൂ. അങ്ങനെ വീണ്ടും ഒരു ബലമാണ് കേട്ടോ. ഇത് ഡീസൽ വണ്ടിയാണല്ലേ? ഡീസൽ വണ്ടിയാണ്. എത്ര മോഡൽ? 2018. 2018 മോഡൽ. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സിഗ്മ ആണ്. ഓക്കെ, സിഗ്മ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷനാ? ബേസ് മോഡൽ. ഇത് ബേസ് മോഡലാണ് അല്ലേ സിഗ്മ? ഓക്കെ, ഇത് 2 ഡോർ പവർ ഉണ്ട്. ഓക്കെ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഓക്കെ, സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? സീറ്റ് കവറൊക്കെ ചെയ്തതാണ്. പിന്നെ ഇന്റീരിയർ കുഴപ്പമൊന്നുമില്ല, കാണാൻ വൃത്തിയുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? അത്യാവശ്യം പുതിയ ടയർ തന്നെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല? ആക്സിഡന്റ് തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? 45,000 കിലോമീറ്റർ ഓടി വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ 2000 എത്ര പറഞ്ഞ വില? മോഡൽ 18 അല്ലേ? അപ്പൊ 2018 മോഡല് ബലോനോ ഡീസൽ വണ്ടി. ഓപ്ഷൻ വരുന്നത് ബേസ് മോഡലാണ് സിഗ്മ. പിന്നെ ഇതിന് ചോദിക്കുന്ന എത്ര വില? 630 ആണ് ചോദിക്കുന്നത് അല്ലേ? 630 ചോദിക്കുന്നത്. വില കുറച്ച് തരും. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 5.25 അറേഞ്ച്. 5.25 6 റുപ്യൻ്റെ അടുത്ത് ഫിനാൻസ് കയറും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തത് ഇതാണ്. അപ്പൊ നമുക്കൊരു ഉണ്ടായിയുടെ i20 നോക്കാം. ഇത് ഏത് ഓപ്ഷൻ? ഇത് ആസ്റ്റല്ല, ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? പെട്രോളോ ഡീസലാ? പെട്രോൾ വണ്ടി. ഓക്കെ, എത്ര മോഡലാണ്? 2014 മോഡൽ. 2014 മോഡലാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ആസ്താണ് വരുന്നത് വേരിയന്റ്. പിന്നെ എന്തും അപകടങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? സർവീസ് ഒക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, വണ്ടി നീറ്റാണ്. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള സീറ്റ് കവർ, ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ ആണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ ടയറുകൾക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഗ്രിപ്പ് ഉണ്ട്. അലോയ്സ് ആണ്. പിന്നെ വണ്ടി വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ മോനെ? ഇല്ലല്ലേ? ഓക്കെ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്നുണ്ടല്ലോ. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. ലാസ്റ്റ് അല്ലേ? ഫുൾ ഓപ്ഷനിൽ. അപ്പൊ എത്ര മോഡൽ പറഞ്ഞത്? 2014 മോഡലാണ്. ഓടിക്കണ ചെറിയ ഓട്ടോ അല്ലേ? 60,000 ഓടിച്ചുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് 4 റുപ്യ. 4 റുപ്യാണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ 4 റുപ്യാണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും. പിന്നെ ഫിനാൻസ് കയറൂല്ലേ? ഇനി 3,000 രൂപ ഫിനാൻസ് കയറും അല്ലേ? ഓക്കെ, അപ്പൊ 50,000 രൂപ ഉണ്ടെങ്കിൽ മതി. 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ.